ഓക്കെ. ഇനി വേറെ പിന്നെ ഞാനിങ്ങനെ കുറെ കഥകളും കവിതകളൊക്കെ ഞാൻ തന്നെ എഴുതും. ഭയങ്കരമാണത്. അല്ല, എനിക്ക് മാത്രം വായിക്കാൻ പറ്റുന്ന ഒരു കവിത ഒന്ന് പറഞ്ഞേ, സാമ്പിൾ ആയിട്ട് പറഞ്ഞു. എഴുതിയ കവിതയോ? എനിക്ക് ഓർമ്മയില്ല. ഞാൻ എഴുതിയ ഇപ്പൊ ഒരെണ്ണം സ്പോണ്ടേനിയസ് ആയിട്ട് ഇപ്പൊ ഈ സിനിമാ കമ്പനീനെ കുറിച്ച് ഒരു 2 വരി ഉണ്ടാക്കും. ഡയലോഗ് അടിക്കാൻ പോയിട്ട് അവളുടെ കോൺഫിഡൻസ് നോക്ക്. അതാണ് ഭയങ്കര കോൺഫിഡൻസ്. നേരത്തെ അവിയൽ ഉണ്ടാക്കിയപ്പോ ഉണ്ടായ അതേ മുഖത്തോടെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉണ്ടാക്കുന്ന കവിതകളും കഥകളും ഞാൻ മാത്രം വായിക്കാറുള്ളൂ. ഞാൻ ആർക്കും കൊടുക്കാറില്ല. ഇതിപ്പോ ആരും കാണുന്നില്ലല്ലോ. അതാണ് എല്ലാം ആങ്കറിങ് ചെയ്യുന്നവരും ഇത് എന്നെ കൊണ്ട് ഇതാ പറഞ്ഞു. ആരും കാണുന്നില്ല. മോള് ചെയ്തോ, ധൈര്യമായിട്ട് ചെയ്തോ. ധൈര്യമായിട്ട് കുറച്ച് വാക്കുകളൊക്കെ ഞാൻ ഉള്ളൂരിന്റെ അടുത്ത് കടം വാങ്ങട്ടെ. ഉള്ളൂർ എന്ന് പറഞ്ഞാൽ ഒരു കവിയാണ്. കോമൺ ഗേൾസ്. ഓക്കെ. പെണ്ണുങ്ങൾ കൂടിയിരിക്കുന്ന ഒരു സിനിമാ കമ്പനി, അതിൽ 2 എണ്ണം തല തെറിച്ചു പോയി. നന്നായിട്ടുണ്ട്. ഇനിയിപ്പൊ പറ്റിയില്ലെങ്കിലോ പോകുമ്പോ എനിക്കൊരു ഓട്ടോഗ്രാഫ് ഇനി പറയരുത്, ഇതൊരു കഴിവാണെന്നുള്ളത് എനിക്ക് ഞാനും പറയത്തില്ല ഇതോടെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. 2 പേരുടെയും ഇത്രയും കേട്ടോടത്തോളം എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായി. എന്തിനാ കളിയാക്കാൻ പറ്റില്ല? എനിക്ക് കണ്ണുനൊക്കെ ഇങ്ങനെ വെള്ളം വരുന്നു. അത്രയ്ക്ക് സന്തോഷമായി. കണ്ണിന് വെള്ളം വന്നു, കണ്ണീര് വന്നു, വള്ളി. അപ്പൊ എനിക്കൊരു കാര്യം ഞാൻ പറയട്ടെ, ഇതൊരു കഴിവായിട്ട് നേരത്തെ ചെയ്യുന്നത് തല തെറിച്ചു എന്നൊക്കെ ഓൺ ദി സ്പോട്ട് അല്ലേ, എന്തും പറയാതെ. അതെ അതെ, ഓൺ ദി സ്പോട്ട് അല്ലേ, എന്തും പറയാം. നമുക്ക് എഡിറ്റ് ടൈമൊക്കെ കിട്ടും. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇന്ന് എന്താ പരിപാടി? ലൈക്ക് വാട്ട്സ് പ്ലാൻ? നമുക്കൊരു ഷോപ്പിങ്ങിനൊക്കെ പോയാലോ? എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു. പോളിഷും അതൊക്കെ വാങ്ങിക്കാം. സോ വിൽ ഗോ. നോ, പോകുന്നതിന് മുമ്പ് നമുക്കൊരു സെൽഫി എടുത്തിട്ട് പോവാം. സോ എന്തായാലും ഇന്നത്തെ ഷൂട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നമ്മള്. ബിക്കോസ് നമുക്ക് ഇനി ഗേൾസ് ഷോപ്പിംഗ്. സോ ഒരു സെൽഫി എടുത്തിട്ട് we are gonna scoot. Okay? അപ്പൊ ഇന്നത്തെ ബോബി ആൻഡ് മാരഡോണ ഗോൾഡൻ ഡയമണ്ട് ജ്വല്ലറി സിനിമാ കമ്പനിയുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നല്ലൊരു വാശിയേറിയ മത്സരവും വാശിയേറിയ കവിതാ പാരായണങ്ങളും പാരകളും അപ്പൊ എന്തായാലും കുഴപ്പമില്ല, നമ്മൾ തലതെറിച്ചാണെന്ന് പറഞ്ഞു. തലതെറിച്ച് 2 എണ്ണം എന്ന് പറയുന്നത് നിങ്ങൾ 2 പേരും മാത്രമാണെന്ന് നിങ്ങൾ അങ്ങനെ വിചാരിച്ചിട്ടല്ലേ. ഞാൻ ഇതുകൊണ്ടാണ് വൈൻഡപ്പ് ചെയ്യാൻ സമയം എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനി ഷോപ്പിങ്ങിന് പോവാണ്. എങ്ങോട്ട് പോകണം? ലുല്ലു മോളാണോ മറ്റേ മോളാണോ? പോയാൽ നമുക്കെല്ലാം നമുക്ക് മാർക്കറ്റിൽ പോവാം. എന്തായാലും 10 രൂപയ്ക്കല്ലോ. അപ്പൊ ടാറ്റ, ബൈ ബൈ, സീ യു. 2 ഭയങ്കര ജോളി ആൾക്കാരുടെ കൂടെ, അതായത് നമ്മുടെ ഷാചേട്ടനും നോബി ചേട്ടനും. അപ്പൊ മൂന്നാമത്തെ ഇത് എടുത്തതും എന്നെ ഉറുമ്പ് ഡയലോഗ് തെറ്റി. ഉറുമ്പ് കടിച്ചേക്കുന്ന ഒരു ശരീരമാണോ? ഒന്നല്ല, ഒരു 40 എണ്ണം ഒരുമിച്ച്. അമിതാഭ് ബച്ചനെ നേരിട്ട് കാണുകയാണെങ്കിൽ എന്ത് ചോദിക്കും? ഞാൻ പറയും, വീട്ടിൽ വെച്ചാണ് കാണുക. ഞാൻ പറയും, ക്ലോക്ക് ഓടുന്നില്ല, ഒന്ന് എടുത്ത്. അതെ, ഞാൻ കുറച്ച് സിമ്പിൾ ആയി പോയോന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അല്ല നല്ല നല്ല ചോദ്യങ്ങളായതുകൊണ്ടാണ് നമ്മളിങ്ങനെ നല്ല നല്ല ആൻസേഴ്സ്. ഇച്ചിരി ഒന്ന് കൂതറയെന്ന് നോക്കി നമ്മളാ ഭയങ്കരമായിട്ടല്ലേ. എന്തായാലും ചെറുക്കന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടല്ലോ, അതെങ്കിൽ പെണ്ണിന്റെ അമ്മയെ ചെറുക്കനും കൂടെ. ഈ 2 കുപ്പിയാണ്. ഇത് തുറക്കരുത്, ബിക്കോസ് ചിലപ്പോ ഭൂതമൊക്കെ വരും. ഇതിലും ഭൂതം ഒരു നടുക്കടലിലാണ് ആണല്ലോ. നിങ്ങൾക്ക് ദാഹിക്കുന്നില്ല. ഇത് ഞാൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ, അതുകൊണ്ട് ഇത്രയൊക്കെ ഉണ്ടാവും. ഓക്കെ, നടുക്കടലിൽ ഒരു പാറയുണ്ട്. പാറ ഉണ്ടാവുമായിരിക്കും അല്ലേ? ഓക്കെ, ആ പാറയുടെ മേളില് നിങ്ങൾ ഇങ്ങനെ ഇരിക്കും. ഭയങ്കര വെയില്, ഒടുക്കത്തെ വെയില്, പക്ഷെ ഭയങ്കര ദാഹവും ഭയങ്കര വിശപ്പും. നിങ്ങൾ എന്ത് ചെയ്യും? ക്ലബിലെ പരിപാടിയാണ്, ഞങ്ങളുടെ ക്ലബിലൊരു പരിപാടിയാണ്. അന്ന് ഇവർ സ്കിറ്റ് കളിക്കുന്നു. ചെറിയ സ്റ്റേജ്, ഒരു ലോറിയിലാണ് പ്രോഗ്രാം. ഇവർ സ്കിറ്റ് കളിച്ചിട്ട് ആരും ചിരിക്കുന്നില്ല, എല്ലാവരും സൈലൻ്റായിട്ട് കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരു പയ്യൻ മാത്രം ചിരിച്ചു. കാര്യം മിമിക്രിയാണ് സ്റ്റേജിൽ നടക്കുന്നത്. ആ ആർട്ടിസ്റ്റിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാണ്. കാര്യം ഇത്രയും ചിരിപ്പിക്കാൻ നോക്കിയിട്ട് ആരും ചിരിക്കും. ഒരാൾ മാത്രം ചിരിച്ച് ബാക്കിൽ ഒരാൾ വിളിച്ചോളൂ, ആരാണ് അവിടെ ചിരിക്കണത്? കയ്യും കെട്ടിയിട്ട് ഇങ്ങനെ പോകുന്നു. എന്ത് ചെയ്യും? അവിടെ കല്ലം തറ ഇങ്ങനെ പോകുന്നു. ഇങ്ങനെ കൈ കെട്ടിയിട്ടുണ്ട്, കാല് കെട്ടിയിട്ടുണ്ട്, ഇങ്ങനെ പോവുകയാണ്. കാര്യം തറയിലെത്താറ്. എന്ത് ചെയ്യും? പുള്ളി ഭയങ്കര ബുദ്ധിമാനാണ്.
പിടിച്ചോ. ഇങ്ങനെ വരികയാണ്, ഇങ്ങനെ തറയപ്പം ഇത് വീഴുന്നതിന് തൊട്ടുമ്പേ മഗ്ദലന മറിയും കന്യാമറിയും ഇങ്ങനെ ഇരിക്കുകയാണ് ശിവസന്റെ അടുത്ത്. അപ്പൊ പുള്ളി ശിവസന്റെ വയറ് നല്ല ഇങ്ങനെ തോർത്താണ് കൊടുത്തേക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ട് വയറൊന്ന് അകത്തോട്ടാക്കി തോർത്ത് താഴെ വിടും. മറിയം മറിയം മായേ മായേ നീയൻ കാണാക്കൂട്ട് പൊട്ടിപ്പോയേ എൻ്റെ ചങ്കിൻ പൂട്ട് കനവുകളെല്ലാം ഓരോ പൈങ്കിളിപ്പോൾ നിൻ ചിരിമഴവില്ലും തേടി പാറിടുന്നേ അകലെ അകലെ മറയാതടി അരികെ അണയാൻ വൈകാതടി അകലെ അകലെ മറയാതടി അരികെ അണയാൻ വൈകാതടി